തീരുമാനിച്ചതോടെ ഇനി നടക്കാൻ പോകുന്നത് പൊരിഞ്ഞ പോരാട്ടമാണ്. കേരളം ഉറ്റുനോക്കുന്ന ശക്തരായ രണ്ട് സ്ഥാനാർത്ഥികളുടെ പോരാട്ടമാണ് കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നടക്കുക. LDF സ്ഥാനാർത്ഥിയായ MV ജയരാജൻ നേരത്തെ തന്നെ നിശബ്ദ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. ജയരാജന് വേണ്ടി പോസ്റ്ററുകളും ഫ്ലെക്സുകളും തയ്യാറാക്കിയിട്ടുണ്ട്. CPM സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയാൽ പാർലമെന്റ് മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും ഇവ സ്ഥാനം പിടിക്കും. ചുമരെഴുത്തുകളും MV ജയരാജനായി പലയിടങ്ങളിലും പാർട്ടി തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ ചിഹ്നം വരച്ചു മാത്രമേ ചേർക്കുന്നുള്ളൂവെങ്കിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുന്നതോടെ പേരും എഴുതി ചേർക്കും. സോഷ്യൽ മീഡിയയിലൂടെ MV ജയരാജന് വേണ്ടി പ്രചാരണം നടത്താൻ വാർ റൂമും കണ്ണൂർ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ റെഡിയായിട്ടുണ്ട്. MP എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കണ്ണൂരിൽ സുധാകരനും ഒന്നും ചെയ്യുന്നില്ലെന്ന് വ്യക്തമാക്കുന്ന കുറ്റപത്രം എന്ന പേരിലുള്ള കൈപ്പുസ്തകം CPM തയ്യാറാക്കിയിരിക്കുന്നു. ഇത് മണ്ഡലത്തിലെ എല്ലാ വീടുകളിലും പ്രാദേശിക ഘടകങ്ങൾ വിതരണം ചെയ്യും. ഇതുകൂടാതെ സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വൻ പ്രചാരണമാണ് പാർട്ടി അഴിച്ചുവിടുക. പുതുതലമുറ വോട്ടുകൾ നേടാനായി പാർട്ടിയിലെ IT വിഭാഗം അരയും തലയും മുറുക്കി രംഗത്തിറങ്ങുന്നുണ്ട്. പാർലമെന്റ് മണ്ഡലത്തിലെ രാഷ്ട്രീയവുമായി ബന്ധമില്ലാത്ത വാട്സ്ആപ്പ്, ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ രാഷ്ട്രീയ പ്രചാരണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. പാർട്ടി അംഗങ്ങളെയും അനുഭാവികളെയും ഉപയോഗിച്ചാണ് ഇത് നിർവഹിക്കുക. കണ്ണൂരിൽ NDA സ്ഥാനാർത്ഥിയായി മുൻ കോൺഗ്രസ് നേതാവ് C രഘുനാഥ് മത്സരിക്കുന്നത് പ്രതീക്ഷയോടെയാണ് CPM വീക്ഷിക്കുന്നത്. രഘുനാഥ് ക്യാൻവാസ് ചെയ്യുന്ന വോട്ടുകൾ കോൺഗ്രസിന്റെ പെട്ടിയിൽ നിന്നും ചോരുമെന്നാണ് കണക്കുകൂട്ടൽ. ഇതുകൂടാതെ കണ്ണൂരിൽ മുസ്ലിം ലീഗും K സുധാകരനും തമ്മിൽ അകൽച്ചയിലാണെന്ന കാര്യവും CPMന് അനുകൂല ഘടകങ്ങളിലൊന്നാണ്. സംഘപരിവാർ അനുകൂല വിവാദ പ്രസംഗങ്ങൾ സുധാകരൻ നടത്തിയെന്ന ആരോപണം മുസ്ലിം ലീഗിലെ ഒരു വിഭാഗത്തെയും ചൊടിപ്പിച്ചിട്ടുണ്ട്. ലീഗിനെ പ്രകോപിപ്പിക്കുന്നതിനായി ജയിച്ചാൽ K സുധാകരൻ ഒരു കാലത്ത് ഉറ്റമിത്രമായ C രഘുനാഥിനെ പോലെ BJPയിലേക്ക് ചേക്കേറുമെന്ന പ്രചാരണം CPM കൊഴുപ്പിക്കും. മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ലക്ഷ്യമാക്കിയാണ് ഇത്തരം പ്രചാരണം നടത്തുക. സമസ്ത, കാന്തപുരം, AP സുന്നി, മുജാഹിദ് വിഭാഗങ്ങളുമായി സുധാകരനുള്ള അകൽച്ച കൂടുതൽ വർദ്ധിപ്പിച്ചുകൊണ്ട് സംഘപരിവാർ വിരുദ്ധ പ്രചാരണവും പാർട്ടി ഏറ്റെടുത്തേക്കും. സുധാകരൻ വീണ്ടും മത്സരിക്കുന്നതിൽ പാർട്ടിക്കുള്ളിൽ നിന്നും അതൃപ്തി ശക്തമാണ്. യൂത്ത് കോൺഗ്രസ് നേതാവ് VP അബ്ദുൾ റഷീദിനെ മത്സരിപ്പിക്കണമെന്നായിരുന്നു A ഗ്രൂപ്പിന്റെ ആവശ്യം. ഈ ആവശ്യം തള്ളിയത് A ഗ്രൂപ്പിന്റെ മുറിവിൽ വീണ്ടും ഉപ്പുതേച്ചിട്ടുണ്ട്. ഇരിക്കൂർ നിയമസഭാ മണ്ഡലം KC വിഭാഗം സ്ഥാനാർത്ഥിയായ സജീവ് ജോസഫ് തട്ടിയെടുത്തതിന്റെ മുറിവ് ഇനിയും A ഗ്രൂപ്പിന് മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെന്നും പിന്തുണച്ച മലയോരങ്ങളിൽ സുധാകരന് വോട്ട് കുറയുമെന്ന അടക്കം പറച്ചിൽ പാർട്ടിയിൽ നിന്ന് തന്നെ ഉയർന്നിട്ടുണ്ട്. ഇതുകൂടാതെ കോൺഗ്രസിലെ സ്ഥാനമോഹികളുടെ അതൃപ്തിയും സുധാകരനെതിരെ തിരിയുമെന്ന കണക്കുകൂട്ടൽ CPM വെച്ച് പുലർത്തുന്നുണ്ട്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ വയനാട്ടിൽ മത്സരിച്ച രാഷ്ട്രീയ സാഹചര്യം ഇക്കുറി ഇല്ലെന്നാണ് CPMന്റെ വിലയിരുത്തൽ. ഇത്തരം പ്രതികൂല ഘടകങ്ങൾ മറികടന്ന് വേണം K സുധാകരന് കണ്ണൂർ MP സ്ഥാനം നിലനിർത്താൻ. എന്നാൽ കണ്ണൂരിൽ ഏറ്റവും ക്രൗഡ് പുള്ളറായ നേതാവ് K സുധാകരൻ തന്നെയാണ്. സുധാകരൻ ഇറങ്ങിയാൽ കോൺഗ്രസ് പ്രവർത്തകർ വർദ്ധിത വീര്യത്തോടെ തന്നെ പോരിനിറങ്ങും. MV ജയരാജൻ സ്ഥാനാർത്ഥിയായതോടെ തങ്ങളുടെ ഓരോ വോട്ടും നഷ്ടപ്പെടാതെ സമാഹരിക്കാനാണ് കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം. ഇതിന്റെ കൂടെ രണ്ടാം പിണറായി സർക്കാരിനോടുള്ള ജനരോഷവും വോട്ടായി മാറുമെന്നാണ് പ്രതീക്ഷ. ഏറെക്കാലത്തെ അനിശ്ചിതത്വങ്ങൾക്കും അഭ്യൂഹങ്ങൾക്കും വിരാമമിട്ടുകൊണ്ടാണ് കണ്ണൂരിൽ സിറ്റിംഗ് MP ആയ K സുധാകരനെ UDF സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാൻ കോൺഗ്രസ് ദേശീയ നേതൃത്വം തീരുമാനിച്ചത്. KPCC അധ്യക്ഷ പദവിയും MP സ്ഥാനവും ഒന്നിച്ചു കൊണ്ടുപോകുന്ന ബുദ്ധിമുട്ട് സുധാകരൻ ഹൈക്കമാൻഡിനെ അറിയിച്ചതിനാൽ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണെങ്കിൽ KPCC അധ്യക്ഷ പദവി ഒഴിവാക്കുമെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഏറ്റവും വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥി K സുധാകരൻ മാത്രമാണെന്ന് AICC നടത്തിയ സർവേയിലും വ്യക്തമായിരുന്നു. സുധാകരനെ സ്ഥാനാർത്ഥിയായി നിർത്തിയില്ലെങ്കിൽ കണ്ണൂർ പാർലമെന്റ് മണ്ഡലം നഷ്ടപ്പെടുമെന്നാണ് സർവേയിൽ തെളിഞ്ഞത്. ഇതുപ്രകാരം കേരളത്തിൽ സ്ഥാനാർത്ഥി നിർണയം നടത്തുന്ന 4 അംഗ സംഘം സുധാകരന്റെ പേര് നിർദ്ദേശിക്കുകയും ഹൈക്കമാൻഡ് അംഗീകരിക്കുകയുമായിരുന്നു. അവസാന ഘട്ടത്തിൽ മുൻ അഡ്വക്കേറ്റ് ജനറൽ, തലശ്ശേരിയിലെ പ്രമുഖ അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് ആസഫ് അലിയുടെ പേര് സ്ഥാനാർത്ഥി അന്തിമ പട്ടികയിൽ എത്തിയിരുന്നുവെങ്കിലും മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് അദ്ദേഹം അറിയിച്ചതിനെ തുടർന്ന് സുധാകരനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിക്കുകയായിരുന്നു.
CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി കണ്ണൂരിൽ മത്സരിക്കുന്ന സാഹചര്യത്തിൽ കടുത്ത മത്സരമാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച K സുധാകരന് CPM കോട്ടകളിൽ നിന്നും വോട്ട് ചോർന്നു കിട്ടിയിരുന്നുവെങ്കിലും ഇക്കുറി അത് തടയുന്നതിനാണ് കരുത്തനായ സ്ഥാനാർത്ഥിയെ തന്നെ പാർട്ടി രംഗത്തിറക്കിയിരിക്കുന്നത്. മുസ്ലിം ലീഗ് കണ്ണൂർ സീറ്റിനായി അവകാശവാദം ഉന്നയിച്ചതും ഇക്കുറി വീണ്ടും സുധാകരനെ തന്നെ മത്സരിപ്പിച്ച ലീഗിന്റെ അവകാശവാദം തടയുന്നതിനാണ് കോൺഗ്രസ് തീരുമാനിച്ചത്. സുധാകരന് പകരം പുതുമുഖ സ്ഥാനാർത്ഥികളെ പലരെയും പരിഗണിച്ചിരുന്നുവെങ്കിലും കണ്ണൂർ DCCയുടെ എതിർപ്പ് കാരണം ദേശീയ നേതൃത്വത്തിന് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. നന്ദി.